നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നതെന്നുള്ളത്, നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനെല്ലാം നമ്മൾ ബാസാക്കോട്ടയാണ് 6 മാസം കൂടുമ്പോൾ ബാസാക്കോട്ട നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളെല്ലാം പോട്ട് ചെയ്യുന്ന സമയത്ത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇവയെല്ലാം ചേർത്താണ് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാറുള്ളത്. പിന്നെ ഈ ബാസാക്കോട്ടയാണ് എപ്പോഴും നമ്മൾ 6 മാസം കൂടുമ്പം കൊടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫുൾ മീൽ എന്ന് പറയുന്നൊരു വളം നമുക്ക് എല്ലാ വളക്കടയിലും നമുക്ക് മേടിക്കാൻ കിട്ടും. ഫുൾ മീൽ എന്ന് പറയുന്നൊരു വളം, അത് നമ്മൾ ഒരു കൊച്ചൊരു പിടി എല്ലാ പ്ലാന്റിൻ്റെയും പോട്ടിൽ കുറച്ച് മണ്ണ് മാന്തിയിട്ട് അവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സിന് ഫെർട്ടിലൈസറായിട്ട് കൊടുക്കാറുള്ളത്. പിന്നെ ചിലർ ഈ ഒരു പ്ലാന്റ് സെയിലിനുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ് നമുക്കിപ്പോൾ സെയിലിനായിട്ടില്ല കേട്ടോ. സെയിലിന് വന്നു കഴിയുമ്പോൾ നമ്മൾ പോസ്റ്റ് ഇടുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റ് നമ്മൾ ഹോമലോമന വെറൈറ്റിയുടെ ഒരു പ്ലാന്റാണ്. നല്ല ഗ്ലേസിങ് ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. എപ്പോഴും നല്ല ഗ്ലേസ് നമ്മൾ നീം ഓയിലൊക്കെ വെച്ച് സ്പ്രേ ചെയ്ത് നല്ല ഗ്ലേസിങ് ആക്കി വെച്ചിരിക്കുന്നത് പോലെ എപ്പോഴും തോന്നിക്കുന്നൊരു ലീഫാണിത്. ഇത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇത് നല്ല ഗ്ലേസിങ് ആണ്. ഇതിൻ്റെ തന്നെ ഒരു നോർമൽ വെറൈറ്റിയാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിന് അത്രയും ഗ്ലേസിങ് ഇല്ല. മറ്റേ പ്ലാൻ, ഈ മേളിൽ കാണുന്ന ഈ പ്ലാന്റിനെ അപേക്ഷിച്ച് ഈ പ്ലാന്റിന് അത്രയും ഭംഗിയില്ല. പക്ഷേ ലീഫി പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ് ഈ പ്ലാന്റ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. നോർമൽ വെറൈറ്റി ആണെങ്കിലും ഇതിൻ്റെ ഭംഗിയുണ്ട്. എല്ലാവരും കൂടുതൽ അന്വേഷിച്ച് വരുന്ന ഈ ഒരു പ്ലാന്റിനാണ്. ഒരുപാട് എൻക്വയറി ഉള്ള പ്ലാന്റാണ്. ഒരുപാട് സെയിൽ എനിക്ക് ഈ ഒരു പ്ലാന്റ് നടന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് സെയിലിനായിട്ട് ഈ ഒരു പ്ലാന്റും ഇല്ല. ആയി കഴിയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ഇത് അലോക്കേഷ്യയുടെ റിഗാലെ ഷീൽഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാന്റാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതാണ് ഈ ഒരു പ്ലാന്റ് ഏതാണെന്നുള്ളത്. ചില ക്ലോറിയസം സീബ്രയുടെ പ്ലാന്റാണിത്. ഇത് തന്നെ ക്ലോറിയസം സീബ്ര തന്നെ ആണോ എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്ലോറിയസം സീബ്രയുടെ തന്നെ പ്ലാന്റാണ്. ക്ലോറിയസം സീബ്ര നമ്മൾ മാർക്കറ്റിൽ ലൈറ്റ് കളറും അതുപോലെ തന്നെ ഈ ടിഷ്യൂ കൾച്ചർ വെറൈറ്റീസ് അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഇത് ഡാർക്ക് ഫോമാണ്. ഇതിൻ്റെ ലീഫിന് നല്ല ഡാർക്ക് കളറാണ് ഗ്രീൻ വരുന്നത്. നല്ല സ്ട്രൈപ്സ് ഒക്കെ നല്ല കളറോട് കൂടിയാണ് വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ആയതുകൊണ്ടാണ് കൂടുതൽ ഭംഗിയായിട്ട് തോന്നിക്കുന്നത്. ഇത് ക്ലോറിയസം സീബ്ര തന്നെ കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോസിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഫിലോഡൻഡ്രോൺ വെറൈറ്റീസായ സിൽവർ ക്ലൗഡ് എന്ന് പറയുന്നൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. പിന്നെ ഒരുപാട് പ്ലാന്റ്സുകളാണ്. ഇതെല്ലാ ടൈപ്പ് പ്ലാന്റ്സുകളും നമ്മൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഭംഗി വരുന്നത്. ഇത് പിന്നെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ സ്റ്റെപ്പ് പോലെ എല്ലാ പ്ലാന്റിൻ്റെ അടിയിൽ സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കമ്പി സ്റ്റെപ്പ് ആയിട്ടുള്ള സ്റ്റാൻഡ് അടിച്ചേക്കുവാണ്. ഇതിൽ മുകളിലും താഴെയിലും പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. അതാണ് എല്ലാം കൂട്ടത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഭംഗി വരുന്നത്.